നമസ്തേ. ഞാൻ നിൽക്കുന്നത് ചാവറകോട് കാവുകുളം മാടൻകാവ് ഭദ്ര ഭഗവതി ക്ഷേത്ര നടയിലാണ്. ഈ പ്രദേശത്തിൻ്റെ സാംസ്കാരിക പൈതൃകവും ആത്മീയ ചൈതന്യവും കുടികൊള്ളുന്ന പുണ്യ സങ്കേതത്തിലാണ്. ഈ വർഷത്തെ മഹോത്സവത്തിന് മറ്റൊരു പ്രാധാന്യം കൂടിയുണ്ട് എന്നുള്ളതാണ്. ഈ ക്ഷേത്ര സന്നിധാനത്തിലെ പ്രതിഷ്ഠാകർമ്മങ്ങൾ പൂർത്തീകരിച്ചതിൻ്റെ 7ാമത് വർഷം കൊണ്ടാടുന്ന തിരുനാൾ മഹോത്സവമാണ്. രോഹിണി നക്ഷത്രത്തിലാണ് പ്രതിഷ്ഠാകർമ്മങ്ങൾ പൂർത്തീകരിച്ചത്. ഇപ്പോൾ അതിൻ്റെ 7ാമത് വാർഷികത്തോടനുബന്ധിച്ചും രോഹിണി തിരുനാൾ മഹോത്സവത്തോടനുബന്ധിച്ചും തോറ്റമ്പാട്ട് മഹോത്സവവും കൊണ്ടാടുന്ന ഈ വേളയിൽ എല്ലാ ഭക്തജനങ്ങളെയും ഈ ക്ഷേത്ര സന്നിധാനത്തിലേക്ക് ഭക്ത്യാദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു പുണ്യസങ്കേതം, മാടൻസ്വാമിയുടെ സാന്നിധ്യം കൂടുതൽ അറിഞ്ഞ ഒരു ക്ഷേത്ര സന്നിധാനമാണ്. അന്ന് ദേവപ്രശ്ന വിധി പ്രകാരം ക്ഷേത്രത്തിൽ ദേവീ സാന്നിധ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു എന്നറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ ക്ഷേത്രം നിർമ്മിച്ച്, ചുറ്റമ്പലത്തോടു കൂടിയ പുതിയ ക്ഷേത്ര നിർമ്മിച്ച് പ്രതിഷ്ഠായോഗ്യമാമിതം പൂർത്തീകരിച്ച് ദേവചൈതന്യങ്ങളുടെ പ്രതിഷ്ഠ നടത്തിയത്. പ്രതിഷ്ഠയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. വടക്ക് ദർശനത്തോടുകൂടി ഭദ്രാഭാവവും കിഴക്കോട്ട് ദുർഗാഭാവത്തിലും കൂടി കൊള്ളുന്ന ക്ഷേത്ര സന്നിധാനങ്ങൾ നമ്മുടെ കേരളത്തിലെ അപൂർവങ്ങളിൽ അത്യപൂർവങ്ങളായി മാത്രം ലഭിക്കുന്ന ക്ഷേത്ര സന്നിധാനങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം എന്നുള്ളത്. ഈ പ്രാവശ്യത്തെ ഭഗവാൻ കൃഷ്ണന്റെ സാന്നിധ്യം ദേവപ്രശ്ന വിധിപ്രകാരം തൃക്കുന്നപ്പുഴ ഡോക്ടർ ഉദയകുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന ദേവപ്രശ്ന വിധിപ്രകാരം ഭഗവാൻ കൃഷ്ണന്റെ സാന്നിധ്യം കൂടുതൽ വന്നിരിക്കുന്നു എന്നറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഭഗവാനും ഈ ക്ഷേത്ര ചുറ്റമ്പലത്തിന് വെളിയിൽ തന്നെ കൃത്യമായ ആസ്ഥാനം ആചാരവിധിപ്രകാരം വാസ്തുശില്പ പ്രകാരം പൂർത്തീകരിക്കുകയും അതിൻ്റെ പ്രതിഷ്ഠാകർമ്മങ്ങളും ഇതിനോടനുബന്ധിച്ച് തന്നെ നടക്കണമെന്ന് പറയുകയുണ്ടായി. അതും രോഹിണി നക്ഷത്രമാണ്. ഭഗവാന്റെ ജന്മനക്ഷത്രം തന്നെ ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ 2 ദേവഗണങ്ങൾക്കും ഒരു നക്ഷത്രം, ഒരു ജന്മനാൾ തന്നെ ഈ പ്രതിഷ്ഠയോടനുബന്ധിച്ച് നടക്കുന്നു എന്നുള്ളത് ഈ ക്ഷേത്രത്തിന് ലഭിച്ച മറ്റൊരു പ്രത്യേകതയാണ്. ഈ മഹോത്സവത്തോട് അനുബന്ധിച്ച് ആചാരങ്ങളും അനുഷ്ഠാനങ്ങൾക്കും അനുസൃതമായിട്ടുള്ള ആചാരങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഇപ്രാവശ്യത്തെ ഉത്സവ ആഘോഷങ്ങൾ നടക്കുന്നത്. ആയതുകൊണ്ട് ആഘോഷ പരിപാടികളിൽ സ്റ്റേജ് പ്രോഗ്രാമുകളെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിക്കൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ ഈ പ്രദേശത്തുള്ള കലാകാരന്മാരെയും കലാകാരികളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ചില കലാപരിപാടികൾ ഈ മഹോത്സവത്തോട് അനുബന്ധിച്ച് ക്ഷേത്ര സന്നിധാനത്തിൽ എല്ലാ ദിവസവും രാത്രി 8 മണി 9 മണി സമയങ്ങളിൽ അരങ്ങേറുകയാണ്. ക്ഷേത്രകലകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ തിരുവാതിരക്കളി, കൈകൊട്ടിക്കളി, ഫ്യൂഷൻ ഡാൻസുകൾ, ക്ലാസിക്കൽ നൃത്തം തുടങ്ങിയിട്ടുള്ളവയെല്ലാം ഇതിൻ്റെ പ്രത്യേകതയാണ്. സമാപന ദിവസം ക്ഷേത്രത്തിൽ ആകാശ ദീപകാഴ്ച എന്നിവ നടക്കുന്നു. സമാപന ദിവസം നടക്കുന്ന 3 ദിവസം, ആദ്യത്തെ 2 ദിവസം 26, 27, 28 തീയതികളിൽ 26-ാം തീയതി 27-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്ക് അന്നദാനം, 28-ാം തീയതി തിരുനാളാണ്. അന്ന് നൽകുന്ന സദ്യ തിരുനാൾ സദ്യയാണ്. വിഭവസമൃദ്ധമാർന്ന സദ്യവട്ടങ്ങളോടുകൂടിയാണ് അന്നേ ദിവസം ഉത്സവം സമാപിക്കുന്നത്. ആയതിനാൽ ഈ പ്രദേശത്തെ മുഴുവൻ ഭക്തജനങ്ങളും കൃത്യമായും ഈ ക്ഷേത്ര സന്നിധാനത്തിലെത്തി ഇതിൻ്റെ പൂർണ്ണരൂപമടങ്ങിയ നോട്ടീസ് ഇതിനകം തന്നെ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഓരോ ആചാരങ്ങൾക്കനുസരിച്ചുള്ള പൂജാവിധികൾ, ചടങ്ങുകളാണ് നടക്കുന്നത്. ഈ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ തന്ത്രിയും താന്ത്രിക കുലപതിയുമായ അഞ്ചൽ ആലഞ്ചേരി ഗായത്രി മഠത്തിൽ ബ്രഹ്മശ്രീ ത്യാഗരാജൻ തന്ത്രികളും ക്ഷേത്ര മേൽശാന്തി കീഴാറ്റിങ്ങൽ ഭജനമഠം വിപിൻ കണ്ണൻപോറ്റിയുടെയും നേതൃത്വത്തിലാണ് നിരവധി ശാന്തിമാരുടെയും നേതൃത്വത്തിലാണ് ഈ 7 ദിവസവും പൂജാവിധികൾ നടത്തുന്നത്. ഇതിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്നുള്ളത്. അതുകൊണ്ട് എല്ലാ ഭക്തജനങ്ങളും ക്ഷേത്ര സന്നിധാനത്തിൽ എത്തിച്ചേർന്ന് വിശിഷ്ട പൂജാവിധികളിൽ സംബന്ധിക്കണമെന്നും സമാപന ദിവസം 28-ാം തീയതി രാവിലെ 8 മണിക്ക് നടക്കുന്ന സമൂഹ പൊങ്കാല, മഹോത്സവത്തിൻ്റെ 1-ാം ദിവസം നടക്കുന്ന ഐശ്വര്യ പൂജ, മുടി എഴുന്നള്ളത്ത് എന്നിവയെല്ലാം ഈ മഹോത്സവത്തിന് മാറ്റുകൂട്ടുകയാണ്. എല്ലാ ഭക്തജനങ്ങളും കൃത്യമായും ഈ ക്ഷേത്ര സന്നിധാനത്തിലെത്തി ഈ മഹോത്സവത്തിൽ പങ്കെടുത്ത് ദേവചൈതന്യങ്ങളുടെ അഖില സാന്നിധ്യങ്ങളുടെയും അനുഗ്രഹങ്ങൾ നേടണമെന്ന് ഭക്തജനങ്ങളോട് ഒരിക്കൽ കൂടി അറിയിക്കുന്നു. എല്ലാ ഭക്തജനങ്ങൾക്കും എല്ലാ നന്മയും ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ഞാൻ സൗന്ദരരാജൻ, മാടൻകാവ് ക്ഷേത്ര സന്നിധാനത്തിൽ നിന്നും ക്യാമറാമാൻ JN ബാബുവിനോടൊപ്പം. എല്ലാവർക്കും നമസ്കാരം.